കേരളം കുറെ അധികം മുന്നോട്ട് പോയിട്ടുണ്ട് പല കാര്യങ്ങളിലും. എന്നാലും സ്ത്രീകളുടെ അവകാശം അല്ലെങ്കിൽ സ്ത്രീപക്ഷം പറയുമ്പോൾ അതിനിപ്പോഴും ഒരു പൂർണ്ണമായ അംഗീകാരം പലയിടങ്ങളിലും കിട്ടുന്നില്ല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ സ്ത്രീകൾ മാത്രമല്ല പറയുന്നത്, തുല്യനീതിയിൽ വിശ്വസിക്കുന്ന മനുഷ്യരെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മുമ്പിലിരിക്കുന്ന ഈ പുരുഷന്മാരായ പുരുഷപക്ഷപാതികളായ ആളുകൾക്ക് മീശ വെക്കാൻ പോലുമുള്ള അവകാശം പോലും ഇവിടെ നമ്മൾ പൊരുതി നേടിയെടുത്തതാ. ആണിനായാലും പെണ്ണിനായാലും പല സാഹചര്യത്തിലും നിയമങ്ങൾ ഈ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഫെയിലിയർ കാരണം നിയമങ്ങൾ കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, അത് ആണുങ്ങൾക്ക് വരുന്നുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. നിയമവശാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ അത്ര നിയമപരിരക്ഷ ഇവിടെ ആണുങ്ങൾക്കില്ല. ഫെമിനിസം എല്ലാവരുടെയും ശബ്ദം തുല്യ നിലയിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നു. ആർട്ടിക്കിൾ 14 തന്നെ പറയുന്നത് ഈക്വാലിറ്റി ഫോർ ഓൾ അതേഴ്സ്. നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. ഈ ലോകത്ത് വോട്ടവകാശം മുതൽ സ്ത്രീകൾ പൊരുതി തന്നെയാണ് നേടിയത്. അത് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ. പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. റേപ്പിന്റെ ഡെഫിനിഷൻ തന്നെ ഒരു പുരുഷൻ കമ്മിറ്റ് ചെയ്യുന്ന ഒരു ക്രൈമാണ്. ഒരു റിവേഴ്സ് സൈക്കോളജി ഇല്ല, അല്ല അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല, അങ്ങനെ നിയമത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ പോലും ഇല്ല. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ സ്ത്രീകൾക്ക് റൈറ്റ്സ് വേണ്ട, അല്ലെ ഫെമിനിസം ഒരു തെറ്റായ കോൺസെപ്റ്റ് ആണ് എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ഫെമിനിസം ഒരു വലിയ എന്താ പറയാ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഫെമിനിസം ഇസ് ജസ്റ്റ് ആൻ ഐഡിയോളജി. നിങ്ങൾ ഒരിക്കലും പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്നില്ല. പുരുഷന്മാർക്ക് നിയമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാദിക്കുന്നില്ല. പോക്സോ കേസസ് അതിൽ ഒരുപാട് ബോയ്സ് മറുഭാഗത്ത് പ്രെഡേറ്റർ ഫീമെയിൽ ആയിരിക്കും. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞാൽ ടോട്ടലി ഈ കേസസ് ഇല്ലാതാവുകയാണോ? 18 വയസ്സ് കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നാണോ? അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊവിഷനെ നമ്മുടെ നിയമത്തിലില്ല. നമ്മുടെ നിയമം കാണുന്നത് മെയിൽ ഇസ് എ പ്രെഡേറ്റർ എന്ന രീതിയിലാണ്. സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്നില്ല എന്ന നിലപാടേ അല്ല. ഞങ്ങൾ പറയുന്നത് ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടി നിയമം തന്നെ ഇല്ല എന്നതാണ്. മെൻസ് ഇഷ്യൂസ് പോലും റേസ് ചെയ്യുന്ന ഫെമിനിസ്റ്റുകളാണ്. ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് പറഞ്ഞ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫെമിനിസത്തിന്റെ എന്ത് വൃത്തികേടുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുക. പക്ഷെ അതേസമയം അതിൽ നടക്കുന്ന വൃത്തികേടുകൾ ഇവർ ചോദ്യം ചെയ്യില്ല. ഞങ്ങൾ എന്താ നിങ്ങൾ ഈ കണ്ടപ്പോ മനസ്സിലായോ? ഞങ്ങളുടെ ഐഡിയോളജി എന്താണെന്ന് മനസ്സിലായോ? ഡ്യൂ പ്രോസസ് ഫെമിനിസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്താണെന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ എന്ന് പറയുന്നുണ്ടോ? എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാം. ഫെമിനിസം ഈസ് നോട്ട് എ ഡോഗ്മ. അതിനെ അളക്കരുത്. സാവിത്രിബായി ഫൂലെനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സിസ്റ്റർ നിവേദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ ഷൈട്ടോ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. ഇരവാദം എന്ന് പറയുന്നതിൽ സാമൂഹികമായിട്ട് സ്ത്രീ എത്ര കണ്ട് ഉന്നമനത്തിലേക്ക് വന്നിട്ടും ആ ഇരവാദം എന്ന് പറയുന്ന പ്രക്രിയയിൽ നിന്ന് ഒരു തരം താഴത്തേക്ക് ഇവർ ഇറങ്ങുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പലപ്പോഴും ഫെമിനിസത്തിന് പ്രാധാന്യമുണ്ട്, അവർക്ക് ഈക്വാലിറ്റി വരണം എന്ന് പറയുമ്പോഴും പുരുഷന് സംസാരിക്കാനുള്ള ഇടങ്ങൾ ലീഗലി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ട് എനിക്കാകെ പറയാൻ ഇത്രയേ ഉള്ളൂ. ഒരു ചുംബനമോ ഒരു സമ്പർക്കമോ പിന്നീട് എങ്ങനെയാണ് പീഡനമായിട്ട് മാറുന്നത്? മാരിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞ കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണോ? മാരിറ്റൽ റേപ്പ് തിരിച്ചില്ല എന്നുള്ള വാദം നിങ്ങൾക്ക് ഉണ്ടോ? തിരിച്ചുണ്ടാവണമെങ്കിൽ പുരുഷന് പരാതി കൊടുക്കുന്ന തരത്തിലേക്ക് സ്ത്രീകൾക്ക് അവകാശം പോലെ പുരുഷനുണ്ടായിരിക്കണം. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മെക്കാളയ്ക്ക് മനസ്സിലായതുപോലും ഇന്ന് ഈ പുരുഷന്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഇവിടെ ഈ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളിൽ പലരും ഞങ്ങളെ ഫെമിനിസം പഠിപ്പിക്കുക, ഫെമിനിസം ഇതാണ്, ഈ വേവിൽ ഇതാണ്, 1ാം വേവ് ഇതാണ്, 4ാം വേവ് ഇതാണ്. മെൻസ് കമ്മീഷൻ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ ഒപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. കഴിഞ്ഞ കാലം 2023 റിപ്പോർട്ട് 2025 മാനസികാരോഗ്യ രംഗത്ത് വന്നപ്പോൾ ഏകദേശം 72% ഓഫ് മെൻ ആണ് സൂയിസൈഡ് ചെയ്തത്. കാരണം സാമ്പത്തിക ബാധ്യത, ഫാമിലിയിലുള്ള പ്രഷർ, അതുപോലെ അവള് ഭാഷാരായിട്ട് ഇച്ചിരി പിറവിലോട്ടാണ്, പക്ഷെ ഭയങ്കര ബുദ്ധിയാണ്. ഇപ്പോഴും പുരുഷന് ഒരു പ്രൊട്ടക്ഷനും ഇല്ല ഇവിടെ. കാരണം പുരുഷന് സംരക്ഷിക്കാനുള്ള നിയമങ്ങളില്ല. ആ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ മെൻസ് റൈറ്റ്സ് കമ്മീഷൻ ആയിക്കോട്ടെ എന്നൊരാൾ പറയും, മറ്റൊരാൾ പറയും മെൻസ് റൈറ്റ്സ് കമ്മീഷൻ വേണ്ട എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ ഫെമിനിസത്തെ ഏതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫെമിനിസം തിയറി ഏതാണ്? എനിക്ക് വായി തോന്നുന്ന ബെസ്റ്റ്. അനവധി ചെറുപ്പക്കാർ വ്യാജ പരാതികളിൽപ്പെട്ട്
498 കേസുകളിൽ പെട്ട് എൻ്റെ അടുത്ത് വരുന്നു. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ജയിൽവാസം വരെ അനുവദിച്ചുകൊണ്ട് വരുന്നു. പോക്സോ കേസുകൾ, അനവധി ചെറുപ്പക്കാർ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ഗോവിന്ദാപുരത്ത് ദീപക്കിന് വേണ്ടി ആദ്യമായി പരാതി കൊടുത്ത അഡ്വക്കേറ്റാണ് ഷിംജിതക്കെതിരെ. അനവധി ചെറുപ്പക്കാർ സൂയിസൈഡ് ചെയ്യുന്നു. ഞങ്ങൾക്കും വേണം റൈറ്റ്. പുരുഷധർമ്മ സംരക്ഷിക്കപ്പെടണം. ലേറ്റസ്റ്റ് ഫെമിനിസം ബിലീവ് വുമൺ എന്ന് അഡമന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല, മറിച്ച് ഫൈൻഡ് ഫാക്ട്സ് ആൻഡ് എൻഷുർ ജസ്റ്റിസ് ആണ്. മാഡം ഒരു പരാതി കൊടുത്താൽ ഫാക്ട് എവിടെ ചെക്ക് ചെയ്യും? എന്നെ പിടിച്ച് അകത്തിടും. ഞാനൊരു അഭിഭാഷകനാണ്, ഞാൻ പേടിച്ചിട്ടാ പറയുന്നത്. നിങ്ങളൊരു പരാതി കൊടുത്താൽ മോഡസ്റ്റി ഓഫ് ദ വുമണിനെ ഈ സാറ് എന്നെ ചെയ്യുന്ന ഒരു പരാതി കൊടുത്താൽ കൊഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറഞ്ഞ് പോലീസ് കേസ് എടുക്കും. അവിടെ ഫാക്ട് ചെക്കിംഗ് ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഞങ്ങളുടെ മേലെ കൂടുതൽ പഠിക്കൂ. ഇവര് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ ജനശ്രദ്ധ പിടിച്ചു വരുന്നതിന് വേണ്ടി കുറെ കോപ്രായമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. കെ ആർ ഗൗരിയമ്മ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ കെ കെ രമയുണ്ട്, ഇതുപോലെ സുഷമാ സ്വരാജ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഫെമിനിസ്റ്റുകൾ. അവരാണ് ശരിക്കും ഫെമിനിസ്റ്റേ അല്ല. ഇവരെവിടെയെങ്കിലും ശബരിമല കയറാനാ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നടക്കുകയും എങ്ങനെ ജനശ്രദ്ധ പിടിച്ചു പറ്റാം എന്നുള്ളത് മാത്രമാണ്. ഒരു 5 വർഷം മുമ്പ് ഇതേപോലൊരു ചർച്ചയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ ഇവന്മാർക്കെതിരെ വ്യാജമായിട്ട് ലൈംഗിക ആരോപണം ഉന്നയിച്ചാലോ എന്ന് പറഞ്ഞ് ഇതേ ഫെമിനിസ്റ്റുകൾ ഗൂഢാലോചന ചെയ്തതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് കിട്ടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. അവരെന്താ പറഞ്ഞെന്നറിയോ? നമുക്കൊരു ഈ പയ്യന്മാരുണ്ട്, ഇവന്മാർക്കെതിരെ ഇവന്മാരൊക്കെ നമ്മളെ ലൈംഗികമായിട്ട് അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മീറ്റു ഉണ്ടാക്കാം. ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ബ്രൗണി പോയിന്റ്സ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ബ്രൗണി പോയിന്റ്സ് പ്രതീക്ഷിച്ച് കുറച്ച് ആമ്പിള്ളേർ ഇവന്മാരെ എടുത്ത് പഞ്ഞി കിട്ടുള്ളൂ. ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാണ് നടക്കുന്നത്. ഞങ്ങൾക്ക് ഫെമിനിസം പ്ലീസ് പഠിപ്പിക്കണ്ട. ഞങ്ങൾ പറഞ്ഞെന്താ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. നിനക്ക് പറഞ്ഞു മനസ്സിലായോ? നിയമപരമായി ഒരു സ്ത്രീക്ക് ഇവിടെ ജനിക്കുന്നോട്ട് മരിക്കുന്നവരെ പ്രവേശിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പുറത്തിറങ്ങുന്നതൊക്കെ ഇതൊക്കെ ആണിനും പെണ്ണിനും മാനസികമായ പല കാര്യം വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് വരുന്ന കാര്യങ്ങളാണ്. ഇനി വേറെ കാര്യം, ഇപ്പൊ റിസർവേഷന്റെ കാര്യം പറഞ്ഞു. നമ്മളിവിടെ ഇക്വാലിറ്റി ഓഫ് ഔട്ട്കം എന്നുള്ള സാധനം നോക്കുന്നത് മണ്ടത്തരാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റിയ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവസരം കൊടുക്കും. നിങ്ങളിപ്പോ ഒരു രാഷ്ട്രീയം, ഒരു സ്ത്രീ മത്സരിക്കുന്നു, നമ്മളെന്താ നോക്കണ്ടേ? എത്ര സ്ത്രീകൾ കേരളത്തിൽ മത്സരിച്ചു എന്നറിയോ? 154 മണ്ഡലത്തിൽ 200 ചില സ്ത്രീകൾ 300 ചില സ്ത്രീകൾ മത്സരിച്ചിട്ടുണ്ട്. തമിഴ്നാട് നോക്ക്, ഇവർ ജയിക്കോ ജയിക്കാത്ത എന്താ? അവർ കഴിവുണ്ടെ ജയിക്കും. നിങ്ങളാണ് പ്രശ്നം. നിങ്ങൾ ഒരുപാട് ഞങ്ങൾ ഇൻസൾട്ട് ചെയ്തു. നിങ്ങൾക്കൊക്കെ ഒന്ന് ഈ ബഹുമാനിക്കാൻ പഠിച്ചൂടെ? എനിക്ക് അങ്ങനെ ഒരു പീഡനം നേരിടേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. അല്ലാതെ വീഡിയോ പിടിച്ച് അല്ലാതെ 7 തരത്തിൽ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പീഡനം നേരിട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷൻ ഒരു സാധനം ഉണ്ട്, അവിടെ പോയിട്ട് കംപ്ലൈന്റ് എഴുതി കൊടുക്കണം. അല്ലാതെ ഇപ്പൊ ചെയ്യുന്നത് പോലെ 4 തരത്തിൽ വീഡിയോ എടുത്ത് 4 ആംഗിളിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ റീച്ച് കൂട്ടാനായിട്ട് ഉപയോഗിക്കല്ല ചെയ്യണം. ഒരു പെണ്ണ് കരഞ്ഞാലേ 100 ആളുണ്ടാവും നോക്കാൻ. എന്താ മോനെ കരയുന്നത്? ആണ് കരഞ്ഞ ഒരുത്തരും നോക്കാനുണ്ടാവില്ല. നമ്മൾ ഈ രണ്ട് ഗ്രൂപ്പും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? നിങ്ങൾ പുരുഷന്മാരുടെ അവകാശത്തെ കുറിച്ച് പറയുന്നു, ഞങ്ങൾ മനുഷ്യരുടെ മുഴുവൻ അവകാശത്തെ കുറിച്ച് പറയുന്നു.